ഹായ് ഗൈസ്, വെൽക്കം ടു വീലേഡ്. സൗരയൂഥത്തിലെ ഓരോ ഗ്രഹത്തിലൂടെയും മനുഷ്യനിർമ്മിത പേടകങ്ങളാൽ അടുത്തറിഞ്ഞ മനുഷ്യൻ ഏഴാമതായി എത്തിച്ചേർന്ന ഗ്രഹമായിരുന്നു ഗ്രീക്ക് ഇതിഹാസങ്ങളിലെ സാറ്റേണിന് തുല്യമായ ക്രോണോസിൻ്റെ പിതാവും ആകാശത്തിൻ്റെ ദേവനുമായ ഔറണോസിൻ്റെ പേരിൽ അറിയപ്പെടുന്ന യുറാനസ്. 1781 വരെ സൂര്യനെ വലം വയ്ക്കുന്ന ഈ ഗ്രഹത്തെക്കുറിച്ച് യാതൊരു അറിവുമില്ലായിരുന്നു. 1881 ബ്രിട്ടീഷ് ജ്യോതിശാസ്ത്രജ്ഞനായ വില്യം ഹെർഷലാണ് യുറാനസിനെ ആദ്യമായി തിരിച്ചറിയുന്നത്. ആദ്യം ഇതൊരു ധൂമകേതുവായിരിക്കും എന്ന് തെറ്റിദ്ധരിച്ചുവെങ്കിലും പിന്നീട് നടത്തിയ വിശദമായ പഠനങ്ങൾ യുറാനസ് എന്ന ഗ്രഹത്തെ തിരിച്ചറിയുവാനും സൗരയൂഥത്തിൻ്റെ അതിർവരമ്പുകൾ അന്നുവരെ നിശ്ചയിച്ചതിലും വലുതാണ് എന്ന നിഗമനത്തിലേക്ക് എത്തിച്ചേരുവാനും അന്ന് സഹായിച്ചു. സൂര്യനിൽ നിന്നും ഏകദേശം 19.8 ആസ്ട്രോണോമിക്കൽ യൂണിറ്റ്, അതുമല്ലെങ്കിൽ 2.87 ബില്യൺ കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന യുറാനസിന് സൂര്യനെ ഒന്ന് വലം വയ്ക്കുവാനായി മാത്രം നീണ്ട 84 വർഷങ്ങൾ സഞ്ചരിക്കേണ്ടതായി വരും. അങ്ങനെയാണെങ്കിലും സ്വയം അച്ചുതണ്ടിൽ യുറാനസിനൊന്ന് കറങ്ങുവാനായി വെറും 17 മണിക്കൂറുകൾ മാത്രം മതിയാകും. സൗരയൂഥത്തിലെ തന്നെ മനുഷ്യൻ ഏറ്റവും കുറവ് പഠനങ്ങൾ നടത്തിയിട്ടുള്ള ഗ്രഹങ്ങളിലൊന്നുമാണ് യുറാനസ്. ഏകദേശം 50,724 കിലോമീറ്ററോളം ഡയമീറ്റർ വരുന്ന യുറാനസ് എന്ന ഗ്രഹത്തിന് 63 ഭൂമികളെ ഉൾക്കൊള്ളുവാൻ സാധിക്കുന്ന അത്രയും വലുപ്പമുണ്ട്. എന്തുകൊണ്ടാണ് ഇത്രയും ഭീമനായിട്ട് കൂടെ യുറാനസിൽ മനുഷ്യനധികം പഠനങ്ങൾ നടത്താത്തത് എന്നുള്ളതിനുള്ള ഉത്തരം ഐസ് ജയന്റ് എന്നറിയപ്പെടുന്ന യുറാനസിൽ ജീവൻ കാണില്ല എന്ന മനുഷ്യൻ്റെ മുൻവിധികളാണ്. 1986 വോയേജർ 2 പ്രപഞ്ചത്തിൻ്റെ രഹസ്യങ്ങൾ തേടിയുള്ള യാത്രയിൽ യുറാനസിനെക്കുറിച്ചും അതിൻ്റെ ഉപഗ്രഹങ്ങളെക്കുറിച്ചും നടത്തിയിട്ടുള്ള പഠനങ്ങൾ മാത്രമാണ് ഇന്നുവരെ യുറാനസിലേക്ക് ഒരു മനുഷ്യനിർമ്മിത പേടകം നടത്തിയിട്ടുള്ള ഒരേയൊരു പഠനം. 2030 നാസ വിക്ഷേപിക്കാൻ പദ്ധതിയിടുന്ന യുറാനസ് ഓർബിറ്ററും പ്രോബും ഒരുപക്ഷെ യാഥാർത്ഥ്യമാകുകയാണെങ്കിൽ യുറാനസ് ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള നിഗൂഢതകൾ മറനീക്കി ഒരു കാലത്ത് പുറത്തു വരികയും ചെയ്യും. പസഫിക് ഓഷ്യനുമടിയിൽ ജീവൻ്റെ തുടുപ്പ് രൂപം കൊള്ളാമെങ്കിൽ എവല്യൂഷൻ എന്ന മാന്ത്രികയ്ക്ക് എന്തുകൊണ്ട് യുറാനസിലുമായിക്കൂടാ? യുറാനസിനെ അതിനെ വലയം വയ്ക്കുന്ന 27 ഉപഗ്രഹങ്ങൾ സ്വന്തമായുണ്ട്. ഈ 27 ഉപഗ്രഹങ്ങൾക്കും പേര് നൽകിയിരിക്കുന്നത് ലോകപ്രശസ്ത എഴുത്തുകാരായ വില്യം ഷേക്സ്പിയറുടെയും അലക്സാണ്ടർ പോപ്പിൻ്റെയും കൃതിയിലെ കഥാപാത്രങ്ങളിൽ നിന്നുമാണ്. അവ ടൈറ്റേനിയ, ഏരിയൽ, മിറാണ്ട എന്നിങ്ങനെ പോകുന്നു. സൗരയൂഥത്തിലെ എല്ലാ ഭീമന്മാരെയും പോലെ തന്നെ അതിശക്തമായ കാന്തിക വലയങ്ങളും വളരെ നേർത്തതാണെങ്കിലും 13 വലയങ്ങൾ ചേരുന്ന വലയത്തിൻ്റെ കൂട്ടവും യുറാനസിന് കാണപ്പെടുന്നു. സൂര്യനിൽ നിന്നും ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന ഗ്രഹം നെപ്റ്റ്യൂൺ ആണെങ്കിലും പക്ഷെ സൗരയൂഥത്തിലെ ഏറ്റവും തണുത്ത ഗ്രഹം അത് യുറാനസ് ആണ്. അതിന് കാരണം ഗ്രഹത്തിൻ്റെ ചെരിവും ഇൻറ്റേർണൽ ഹീറ്റില്ലായ്മയും തണുത്തുറഞ്ഞ എലമെൻറ്റുകളാൽ നിർമ്മിതമായ കോമ്പോസിഷനുമെല്ലാം കാരണം ഗ്രഹത്തിൽ അനുഭവപ്പെടുന്ന താപനില -224 ഡിഗ്രി സെൽഷ്യസ് ആണ്. ആയതിനാൽ തന്നെ സൗരയൂഥത്തിലെ ഏറ്റവും തണുത്ത ഗ്രഹമായും യുറാനസ് മാറുന്നു. അപ്പോൾ ഇത്രയുമാണ് യുറാനസ് എന്ന ഭീമനെക്കുറിച്ച് നമുക്ക് അറിയുവാനുള്ളത്. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വരും കാലങ്ങളിൽ നടത്തുന്ന പഠനങ്ങളിലൂടെ നമ്മുടെ മുന്നിലേക്ക് എത്തുമെന്ന് നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ ഞാൻ ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടേത് വളരെ ചെറിയൊരു ചാനലാണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകുവാനായി സാധിക്കുകയുള്ളൂ. എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യണമെന്നും കമൻറ്റ് ചെയ്യണമെന്നും വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് അറിയിക്കണമെന്നും ഞാൻ നിങ്ങളുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ടാറ്റ, ബൈ ബൈ. നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം.